എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സിൻ്റെ മൂന്നാമത്തെ ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ 16 മുതൽ ഒക്ടോബർ 18 വരെയാണ്. ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ 16 ഒക്ടോബർ 18 വരെ കോളേജ് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസിലെ അലോട്ട്മെൻറ്റ് കിട്ടി ജോയിൻ ചെയ്തവർ ഈ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ NOC അതായത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിൽ. എന്നാലേ അവർക്ക് ഈ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. NOC നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ ജോയിൻ ചെയ്ത കോളേജിൽ നിന്നുമാണ് വാങ്ങിക്കേണ്ടത്. അത് അപ്ലോഡ് ചെയ്താലേ ഈ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് ഒഫീഷ്യൽ നോട്ടീസാണ്. പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സിൻ്റെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ കാര്യമാണ്. മൂന്നാമത്തെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ അത് കഴിഞ്ഞ് തേർഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് 2025 ഒക്ടോബർ 21 തേർഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് എന്താണ്, തേർഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ, അതായത് ഇതുവരെ കോളേജിലൊന്നും അലോട്ട്മെൻറ്റ് കിട്ടിയില്ല, മൂന്നാമത്തെ അലോട്ട്മെൻറ്റിലാണ് ഫസ്റ്റ് ആയിട്ട് ആദ്യത്തെ ടൈം എന്താണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നത്. അങ്ങനെയുള്ളവർ ആ ടൈമിൽ ടോക്കൺ ഫീ അടയ്ക്കണം. പിന്നെ അവർ പറയുന്ന തീയതിക്കുള്ളിൽ തന്നെ കോളേജിൽ ജോയിൻ ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് അലോട്ട്മെൻറ്റ് മെമ്മോയുമായിട്ട്. പിന്നെ ഇപ്പോൾ എന്താണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി ജോയിൻ ചെയ്തവർക്ക് മൂന്നാമത്തെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ വേറൊരു സീറ്റാണ് കിട്ടുന്നതെങ്കിൽ, അതായത് പുതിയൊരു കോളേജാണ് കിട്ടുന്നതെങ്കിൽ എന്താണ്, അവർക്ക് ആ ഒരു കോളേജിൽ എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ മൂന്നാമത്തെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പുതിയതായിട്ടൊരു കോളേജ് കിട്ടുന്നവർ എന്ത് ചെയ്യുക, ആ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ ചെന്ന് ജോയിൻ ചെയ്യുക. ടോക്കൺ ഫീസ് നേരത്തെ അടച്ചവർ എന്ത് ചെയ്യേണ്ട, വീണ്ടും അടയ്ക്കേണ്ട കാര്യമില്ല. ടോക്കൺ ഫീ ഒരിക്കൽ അടച്ചാൽ മതിയാവും. നേരത്തെ അടയ്ക്കാത്തവർ, അതായത് ഇതുവരെ അടയ്ക്കാത്തവർ, ആദ്യമായിട്ടാണ് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങനെയുള്ളവർ ടോക്കൺ ഫീസ് അടയ്ക്കുക. സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ വീണ്ടും പുതിയതായിട്ട് കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. നേരത്തെ കൊടുത്ത ഓപ്ഷൻസ് എല്ലാം ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. സോ എന്ത് ചെയ്യുക, എല്ലാവരും പുതിയതായിട്ട് കോളേജ് ഓപ്ഷൻസ് കൊടുക്കണം. ഓരോ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലും പുതിയതായിട്ടാണ് കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യേണ്ടത്. സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത് വേക്കൻറ്റ് സീറ്റ്സിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വേക്കൻറ്റ് സീറ്റ്സ് ഫില്ലാവുന്നത് വരെ എന്ത് ചെയ്യും, ഇനി അലോട്ട്മെൻറ്റ്സ് നടക്കുന്നതായിരിക്കും. പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റ് കിട്ടി കോളേജിൽ ജോയിൻ ചെയ്തവർക്ക് തേർഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വേണ്ടി കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ട് മൂന്നാമത്തെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ അതിൽ വേറെ കോളേജസ് ഒന്നും എന്താണ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടില്ല എങ്കിൽ, അതായത് ബെറ്റർ ഓപ്ഷൻസ് ഒന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ സീറ്റ് പോകുമോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് എന്താണ് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് എന്താണ് നേരത്തെ കിട്ടിയ സീറ്റ് പോകത്തില്ല. അങ്ങനെ പോകണമെങ്കിൽ എന്താണ്, തേർഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് എന്താണ് ആ ടൈമിൽ വേറൊരു കോളേജ് കിട്ടുകയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ നേരത്തെ സീറ്റ് റീപ്ലേസ് ആയിട്ടാണ് നിങ്ങൾക്ക് എന്താണ് പുതിയതായിട്ട് കോളേജിൽ കിട്ടുന്നതെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ടോക്കൺ ഫീസ് ലാസ്റ്റ് നിങ്ങൾ ഏത് കോളേജിലാണോ നിൽക്കുന്നത് ആ കോളേജിലോട്ട് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഗവൺമെൻറ് കോളേജസിൽ അലോട്ട്മെൻറ്റ് കിട്ടി ജോയിൻ ചെയ്തവർക്ക് ഈ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ NOC ആവശ്യമില്ല. എന്താണ് NOC? ഇനി അതിലോട്ട് പോകാം. NOC മീൻസ് എന്താണ്, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. അതായത് നിങ്ങൾക്ക് ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി, ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്താണ്, നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ നിന്ന് NOC എന്ത് ചെയ്യണം, വാങ്ങിക്കണം. NOC എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്കിപ്പോൾ ഒരു കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും വേണ്ടിയും, അഥവാ എന്താണ് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ അവർക്ക് കിട്ടിയാൽ എന്താണ് കോളേജുകാർക്ക് എന്താണ് ഒബ്ജക്ഷൻ ഒന്നും ഇല്ല എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റാണ് NOC എന്ന് പറയുന്നത്. സോ എന്താണ്, എല്ലാവരും കൃത്യസമയത്തിനുള്ളിൽ തന്നെ തേർഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വേണ്ടി കോളേജ് ഓപ്ഷൻസ് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് വയ്ക്കുക. എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.